എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് ഞാൻ വിചാരിച്ചു, ഞാൻ ഇപ്പോൾ അറൗണ്ട് ഇവിടെ ഏകദേശം ഒരു 12 മണി കഴിഞ്ഞു. അപ്പം പെട്ടെന്ന് എനിക്കൊരു ഐഡിയ വന്നതാണ്. കാരണം മേ ബി ഇത് ഒരുപാട് ആളുകൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യത്ത്, ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു രാജ്യത്ത് ആളുകൾ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വരണമോ വേണ്ടയോ, ആ ഡിസിഷൻ ശരിയായിരിക്കുമോ തെറ്റായിരിക്കുമോ എന്നൊക്കെ ഉള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവുമായിരിക്കാം. മേ ബി നിങ്ങളൊരു 30ാമത്തെ വയസ്സിലായിരിക്കാം, ചിലപ്പോൾ നിങ്ങളൊരു 38ാമത്തെ വയസ്സിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു 18ാമത്തെ വയസ്സിലായിരിക്കാം. അതൊരു ഏജ് ഞാൻ ഗ്യാപ്പ് പറയുന്നില്ല, ഏജ് ഏതുമായിക്കോട്ടെ. നിങ്ങൾ പ്ലാൻ ചെയ്യുവാണ് നിങ്ങൾക്കൊരു രാജ്യത്തേക്ക് വരണം. അത് വരാൻ പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ ദുബായിൽ യുദ്ധം നടക്കുന്നു, ഒരുപാട് ആളുകളെ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുന്നു. നാട്ടിലത്തെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജോലി നമുക്കിപ്പോൾ ഏൺ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ചിലപ്പോൾ നിങ്ങൾ ഏൺ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ യെസ്, നിങ്ങൾ കംഫർട്ട് സോൺ വിടാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഇവിടെ കാനഡയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരട്ടി കാശുണ്ടാക്കാൻ പറ്റും എന്നുള്ളത് എൻ്റെ ലൈഫിലൂടെ ഞാൻ അച്ചീവ് ചെയ്ത അല്ലെങ്കിൽ ഞാൻ പഠിച്ചൊരു കാര്യമാണ്. ഓക്കെ, സോ anyone was thinking about that, do I need to go to Canada or America or UK, wherever, like Australia, എവിടെയാണെങ്കിലും നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഗോ ഫോർ ദാറ്റ്. ഓക്കെ, ഗോ ഫോർ ദാറ്റ്. ദാറ്റ് ഈസ് ദ വൺ അഡ്വൈസ് ഓർ ഒരു മോട്ടിവേഷൻ, ഒരു സജഷനോ പോലെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണെങ്കിൽ പോയേക്കുക. കാരണം ഞാൻ ഈ കാനഡ വരാൻ പ്ലാൻ ചെയ്ത സമയത്ത് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ രക്ഷപ്പെടുമോ, ഞാൻ എങ്ങനെ നോക്കും. പിന്നെ ആ സമയത്ത് നമ്മളൊരു രാജ്യത്ത് വരാൻ നിൽക്കുമ്പോൾ ഡെഫിനറ്റായിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് കാണും റാൻഡമായിട്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം, ഏത് കോഴ്സ് എടുക്കണം, ഏത് സ്ഥലത്ത് പോകണം, ഏത് പ്രൊവിൻസിൽ പോകണം. നമുക്ക് പ്രൊവിൻസിനെ പറ്റിയൊന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളടുത്ത് ഞാൻ ഒരു 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 കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, നിങ്ങളൊരു രാജ്യത്ത് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതൊരു രണ്ടാമതൊരു തോട്ട് പ്രോസസ്സ് ഇല്ലാണ്ട് നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം കാശുണ്ട്, ലോൺ എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ അതായത് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, റിലേറ്റീവ്സ് ആയിരിക്കും, ആദ്യമായിട്ടാണ് ഞാനൊരു രാജ്യത്തേക്ക് ഇങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ അന്ന് ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്, നിങ്ങൾ ഒരുപാട് കാര്യം ആഗ്രഹിച്ച് നിങ്ങൾ അതിനു വേണ്ടി ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡെഫിനറ്റായിട്ട് അവിടെ എത്തുന്നു. കാനഡ വരിക എന്നുള്ളത് തന്നെ എൻ്റെ വീട്ടുകാരുടെ ഡിസിഷൻ ആയിരുന്നില്ല, അത് എൻ്റെ ചോയ്സ് ആയിരുന്നു. കാരണം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, ഞാൻ ഡിഗ്രി കഴിഞ്ഞ് വർക്ക് കൊണ്ടിരുന്ന സമയത്ത് ഞാൻ വർക്ക് ചെയ്തിരുന്നത് ഒരു അമേരിക്കൻ ബേസ്ഡ് US ബേസ്ഡ് കമ്പനിയിലായിരുന്നു. സോ അവിടെ വെച്ചിട്ട് അവിടുത്തെ ക്ലയൻസ് നമ്മളെ മീറ്റ് ചെയ്യുന്നു, നമ്മുടെ അടുത്ത് സംസാരിക്കുന്നു. അപ്പോൾ ഞാൻ അവിടെ വെച്ചിട്ടാണ് അറിയുന്നത് നമുക്ക് US പോകാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സോ നമ്മുടെ കമ്പനിയിൽ നിന്ന് US പോകുക എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സീനിയർ ആയിട്ടുള്ള അസോസിയേറ്റ് അല്ലെങ്കിൽ അവരായിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്പർച്യൂണിറ്റി ഇല്ല. അവിടെ വെച്ചിട്ടാണ് ഞാൻ തീരുമാനിച്ചത്, എന്തുകൊണ്ട് നമുക്ക് ഇതേപോലെ കാനഡ, അമേരിക്ക പോകുന്ന കാലഘട്ടത്തെ പറ്റി ചിന്തിച്ചുകൂടാ എന്ന് ചിന്തിച്ചു. അങ്ങനെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ചേർന്നിട്ട് ഞങ്ങളൊരു ഏജൻസിയിൽ പോയിട്ട് ഞങ്ങൾ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിന് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ ആദ്യമായിട്ട് അവർ പറഞ്ഞത് IELTS എഴുതുക എന്നുള്ളതാണ്. സോ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞിട്ട് അപ്പോഴും ഞാൻ എൻ്റെ വീട്ടുകാരോട് ഞാൻ എന്തുമാത്രം ഭയങ്കര എനിക്ക് അവിടെ എത്തണം, ആ രാജ്യത്ത് പോകണം എന്ന് ഞാൻ ചിന്തിക്കാൻ അത്രയ്ക്കും ഡീപ്പായിരുന്നു എന്ന് എൻ്റെ വീട്ടുകാർക്ക് അറിയില്ല. സോ ഞാൻ എൻ്റെ ജോലി ഒരു 3:30 കഴിഞ്ഞിട്ട് അവിടുത്തെ കമ്പനിയുടെ വണ്ടിയിൽ തന്നെ കയറി ഞാനൊരു IELTS കോച്ചിങ്ങിന് പോയി. അവിടെ പോയാണ് ഞാൻ പഠിച്ചു ഞാൻ റിസൾട്ട് വന്നു കഴിഞ്ഞ് ഞാൻ ഏജൻസിയോട് സംസാരിച്ച് എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത്, ആദ്യത്തെ നമ്മൾ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു 5,000-6,000 എന്തോ കൊടുക്കേണ്ടി വരും. അത് ഞാൻ കൊടുത്തു കഴിഞ്ഞ് എനിക്ക് അഡ്മിഷനൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞത്, എനിക്ക് ഇങ്ങനെ ഒരു കാര്യം കിട്ടി, ഞാൻ അത്രയും സീരിയസ് ആണ്, എനിക്കിതിൻ്റെ ഫണ്ട് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് ലോൺ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അമ്മ കുറച്ച് സേവിങ്സ് ഒക്കെ സൂക്ഷിക്കുന്ന നമ്മുടെ ഉറുമ്പ് അരിമണി ശേഖരിക്കുന്ന ഒരു ടൈപ്പാണ് പുള്ളിക്കാരി. അപ്പം പുള്ളിക്കാരി എൻ്റെയും എൻ്റെ അനിയത്തിയുടെയും ഫിക്സ്ഡ് ആയിട്ടിരുന്ന കാശെടുത്ത് എനിക്ക് തന്നിട്ടാണ് എൻ്റെ ഫസ്റ്റ് ഇയർ ഫീസ് ഞാൻ അടയ്ക്കുന്നത്. അറൗണ്ട് ഒരു 15 ലക്ഷം രൂപ അടുപ്പിച്ച് എൻ്റെ അമ്മ എനിക്കത് തന്നു. ഇവിടെ ഒരുപാട് ആളുകൾ അത് ലോൺ എടുത്ത് വരുന്നവരുണ്ട്. ലക്ലി എനിക്കത് ലോണായിട്ട് വേണ്ടി വന്നില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒരുപാട് വീഡിയോസ് കാണാൻ തുടങ്ങി. കാനഡ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം, ലോൺ അടയ്ക്കാൻ പറ്റുമോ, ഈ പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ഒരുപാട് ഡൗട്ടുണ്ട്. കാരണം എൻ്റെ അനിയത്തിയുടെ കാശെടുത്ത് തന്നപ്പോഴും എന്നോട് പറഞ്ഞിരുന്നു അത് അനിയത്തിയുടേതാണ്, തിരിച്ചു കൊടുക്കണം.
സോ അപ്പം ഞാൻ ഒരുപാട് ചിന്തിച്ചു, ഞാൻ എന്ത് ചെയ്യും, എനിക്കിത് കൊടുക്കാൻ പറ്റുമോ. ഞാൻ അങ്ങനെ ആ സമയത്ത് 2018 ഞാൻ ഫസ്റ്റ് ഇത് ഡിസൈഡ് ചെയ്യുന്നത്. എനിക്ക് പോകണം എന്നുള്ളൊരു ടൈം ഞാൻ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ 2018 ഞാൻ ഡിസൈഡ് ചെയ്തു. ഞാൻ അതിൻ്റെ കാര്യങ്ങൾ ശ്രമിച്ചു. 2019 കയറി വരാൻ ഇരുന്നു. അപ്പോൾ പക്ഷേ നടന്നില്ല. ആ സമയത്ത് എന്തൊക്കെയോ ഡിലേയോ എന്തോ കാരണം കൊണ്ട് അത് കുറച്ച് ഡിലേ ആയി. സോ 2020 ഞാനത് സീരിയസ് ആയിട്ട് എടുത്തു. വീണ്ടും ഞാൻ ഡിലേ ആയി. ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നു അന്ന് ആ ഒരു 2 വർഷം കുറച്ച് മുമ്പേ വരായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് പിന്നെ ഞാൻ ഡിലേ ആയി. 2021 ഞാൻ ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ആ സമയത്ത് ഞാൻ വീഡിയോസ് കണ്ടു. നമ്മൾ ഈ രാജ്യത്ത് വന്ന് 5 വർഷത്തിനകം നമ്മുടെ ലോണുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ അടച്ചു തീർക്കണം. ആ 5 വർഷം നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് നമ്മൾ ഈ വന്നിരിക്കുന്ന നമ്മളൊരു എമൗണ്ട് ഇവിടെ ഒരു ലോണായിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നമുക്ക് 2 ഇയേഴ്സിൻ്റെ ഫീസിനുള്ള കാശ് കിട്ടും. ആ ലോൺ നമ്മൾ അടയ്ക്കാനുള്ള ക്യാപ്പബിലിറ്റി നമുക്ക് ഈ 5 വർഷത്തിനുള്ളിൽ നമ്മളത് തിരിച്ചടച്ച് നമ്മുടെ കടങ്ങളെല്ലാം വീട്ടി നമ്മൾ സേഫ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ 5 വർഷം കഴിഞ്ഞ് ബാക്കി എന്ത് നിങ്ങൾ ഏൺ ചെയ്താലും നിങ്ങൾക്കുള്ളതെന്നാണ്. അപ്പം ഞാൻ ഓൾമോസ്റ്റ് ഇവിടെ 4.5 years ആയി. 4.5 years എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് ഞാൻ അത്യാവശ്യം നല്ല കാശ് ഉണ്ടാക്കി എൻ്റെ നാട്ടിലെ കടങ്ങൾ കഴിച്ചു. എൻ്റെ അനിയത്തിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള കാശ് ഞാൻ ഇവിടെ നയിച്ചു. അങ്ങനെ എനിക്ക് പറ്റുന്ന എല്ലാ രീതിയിലും എനിക്ക് എന്നെ നോക്കാൻ പറ്റി. എനിക്കിഷ്ടമുള്ള ലിപ്സ്റ്റിക്ക് വാങ്ങാൻ പറ്റി, എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് വാങ്ങാൻ പറ്റി, എനിക്കിഷ്ടമുള്ള അല്ലെങ്കിൽ എല്ലാം നമ്മുടെ മേക്കപ്പ് ഐറ്റംസ് ആയിക്കോട്ടെ, എക്സ്പെൻസീവ് ഐറ്റംസ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും എനിക്ക് നോക്കാൻ പറ്റി. അതിന് നമുക്കൊരു പ്രോപ്പറായിട്ട് നമ്മുടെ മനസ്സിലൊരു ഐഡിയ വേണം. നമ്മൾ ഇങ്ങോട്ടൊരു രാജ്യത്ത് വരുവാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റായിട്ട് നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ അച്ചീവ് ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഈ ഒരു രാജ്യത്ത് വന്നാൽ അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പ്ലാൻ ഉണ്ട്, അത് അല്ലെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ കുറച്ച് റിസ്ക് ആണ് എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങളെ കൊണ്ട് പോസിബിൾ ആണെങ്കിൽ നിങ്ങളൊരു രാജ്യത്തേക്ക് വരിക. ഡെഫിനറ്റായിട്ടും കുറച്ച് നാളത്തേക്ക് അല്ലെങ്കിൽ നിങ്ങളൊരു 10-15 വർഷം കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി കുറച്ച് ഏർണിങ്സ് നിങ്ങൾ ഏത് രീതിയിൽ വേണോ ഇടാം. നിങ്ങൾക്ക് നമ്മുടെ TFSA പോലുള്ള ടാക്സ് ഫ്രീ ആയിട്ടുള്ള സേവിങ്സിലിടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നാട്ടിലെന്തെങ്കിലും സേവിങ്സ് തുടങ്ങാം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നിങ്ങൾക്ക് മാക്സിമം നല്ലൊരു എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ പണ്ട് നാട്ടിൽ നിൽക്കുമ്പോൾ കേട്ടില്ലേ, അമേരിക്കയിലുള്ള ഒരാളുടെ വീടാത് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അടിപൊളി വീട് എന്നൊക്കെ പറയുന്ന കാലം ഓർക്കുന്നില്ലേ. നമുക്ക് അത് പോസിബിൾ ആണ് എന്ന് ഞാൻ ഈ ഒരു രാജ്യത്ത് വന്നപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. നിങ്ങളുടെ ഏജ് ഒരു മാറ്ററേ അല്ല. നിങ്ങൾ ചിലപ്പോൾ ദുബായിൽ നിൽക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ വൈഫ് വിചാരിക്കുന്നുണ്ടായിരിക്കും പുള്ളിക്കാരി നേഴ്സായിരിക്കും, അല്ലെങ്കിൽ പുള്ളിക്കാരി എന്ത് കോഴ്സും ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എനിക്ക് ഈ രാജ്യത്ത് പോകാം പഠിക്കാം. അതിപ്പം വൈഫിന് താല്പര്യമില്ല, പഠിക്കുന്നത് കുഞ്ഞുങ്ങളുണ്ട് നോക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഹസ്ബൻഡ് പഠിക്കാൻ വരിക. സോ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് പോലും നിങ്ങൾ പിന്നെ ചിന്തിക്കും, എന്തുകൊണ്ട് ഞാൻ ഈ ഡിസിഷൻ നേരത്തെ എടുത്തില്ല. അത് ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്. സോ നിങ്ങൾ അത്രയും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നേടാൻ പറ്റുമെന്ന് എൻ്റെ ലൈഫിൽ ഞാൻ എൻ്റെ ത്രൂ ഔട്ട് ജേണിയിൽ ഞാൻ അത്രയും ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങൾ അതിന് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അതെനിക്ക് നേടിയിട്ടേ ഉള്ളൂ. സോ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ പോകുന്ന ജേണി, നിങ്ങൾ പോകുന്ന പാത്ത്, നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറൊരു കാര്യമുണ്ട്, നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. നിങ്ങൾ ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആവും. പക്ഷേ നിങ്ങളൊരു രാജ്യത്തേക്ക് ഇതുപോലുള്ള ഞാനിപ്പോൾ കാനഡയിലാണ്, ഇതുപോലൊരു രാജ്യത്തേക്ക് വരുമ്പോൾ നിങ്ങൾ അതിന് മേലെ നിങ്ങൾ സഫർ ചെയ്യേണ്ടി വരും. അതായത് നിങ്ങൾ ഒറ്റപ്പെടാം, നിങ്ങൾക്ക് കൂട്ടിനൊരാളുണ്ടാവില്ല, നിങ്ങൾക്ക് പനി വന്നാൽ നിങ്ങളെ നോക്കാൻ ആരും ഉണ്ടാവില്ല. ഇതൊക്കെ വേറൊരു സൈഡാണ്. പക്ഷേ നിങ്ങൾ നാട്ടിലുണ്ടാക്കുന്നതിനേക്കാൾ സമാധാനം, സന്തോഷം, വീട്ടിലുള്ള ആളുകൾക്ക് സന്തോഷം, നിങ്ങൾക്ക് വീട്ടിൽ പെട്ടെന്ന് ഒരാൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് അവർക്കത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലെ ഒരാൾ വന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാവർക്കും രക്ഷപ്പെടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കുണ്ട്. ഇപ്പോൾ എൻ്റെ അനിയത്തി നേഴ്സാണ്, അവൾ ദുബായിലാണ്. അപ്പോൾ അവൾ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നതിനെപ്പറ്റി ചിന്തിക്കുന്നു. ബിക്കോസ് ആദ്യമായിട്ട് നിങ്ങളുടെ വീട്ടിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും നിങ്ങളുടെ കുടുംബക്കാരായിക്കോട്ടെ, നിങ്ങളുടെ സിബ്ലിങ്സ് ആയിക്കോട്ടെ, ഫ്യൂച്ചറിൽ നിങ്ങളെ പാരൻസിന് വരെ നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരാം. അപ്പോൾ ഇത് കഷ്ടപ്പെട്ട് നമുക്ക് നേടാൻ പറ്റുന്നതാണ്. നമ്മുടെ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ എന്തുകൊണ്ട് കാനഡ വരിക എന്നൊരു ഡിസിഷൻ എടുത്തു എന്ന് പറഞ്ഞാൽ എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ടാണ്. കാരണം എൻ്റെ കാര്യങ്ങൾ എനിക്ക് നോക്കണം. ഞാൻ ഒരു രാജ്യത്ത് പോയാൽ എങ്ങനെ ആയിരിക്കും, ഞാൻ കരയുന്നതുണ്ട്, ഞാൻ ഇവിടെ വന്നിട്ട് ഡിപ്രഷൻ അടിച്ച് കരഞ്ഞിട്ടുണ്ട്, പനി പിടിച്ചിട്ടുണ്ട്, അസുഖം വന്നിട്ട് ജോലിക്ക് പോയിട്ടുണ്ട്. പക്ഷേ
ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട്, ഞാൻ അന്ന് എടുത്ത 2018 തുടങ്ങിയ എൻ്റെ ആ ഒരു ഡ്രീം 2021 എത്തിയത്. അതിന് ഞാൻ തന്നെയാണ് കാരണം. ഞാൻ കുറച്ച് ഡിലേ ആയി, പോകണോ വേണ്ടയോ എന്നൊക്കെ ചിന്തിച്ചു. പിന്നെ കുറച്ച് റിലേറ്റീവ്സ് എല്ലാം പറഞ്ഞു, അവിടെ പോകുന്നത് ശരിയല്ല, അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ല രാജ്യമല്ല, കുട്ടി വഴി തെറ്റി പോകും എന്നുള്ള രീതിയിൽ. ഇതെല്ലാം തീരുമാനിക്കുന്നത് നിങ്ങളാണ്. നിങ്ങളിവിടെ ഈ ഒരു രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കിട്ടും. നിങ്ങൾക്ക് അച്ഛനും അമ്മയും ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളൊരു ഫ്രീഡം എൻജോയ് ചെയ്തിരിക്കും. കാരണം എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയി നിൽക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ സ്ലീപ്പ് ഓവറോ ഒന്നും നടത്തിയിട്ടില്ലാത്ത ഒരാളാണ്. അങ്ങനെ എന്നെ അത്രയും നല്ല പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വീട്ടിലിട്ട് വളർത്തിയ ഒരാളാണ് ഞാൻ. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്കിപ്പോൾ വേണമെങ്കിൽ നമുക്കിവിടെ കഞ്ചാവ് ലീഗലാണ്, നമുക്ക് വീട് അല്ലെങ്കിൽ ആൽക്കഹോൾ, നിങ്ങൾക്ക് എന്ത് എൻ്റർടൈൻമെൻറ്റും നൈറ്റ് ക്ലബ്ബ് ആയിക്കോട്ടെ, എന്തും നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇവിടെ. ഇവിടെ നിങ്ങളെ ചോദിക്കാൻ ആരുമില്ല. നിങ്ങളുടെ അയലത്തെ ആൻറ്റിയെ പോലെ CCTV ക്യാമറ അങ്ങനെ ഒന്നുമില്ല. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യാം. പക്ഷേ നിങ്ങൾ ഇതെല്ലാം എൻജോയ് ചെയ്ത് ഇപ്പം ഫസ്റ്റ് 2 ഇയേഴ്സ് നമ്മൾ കോളേജിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും നമ്മളെല്ലാം എൻ്റർടൈൻമെൻറ്റ്, കാരണം നമ്മുടെ നാട്ടിൽ കിട്ടാത്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെന്ന് തലവിടും. പക്ഷേ ഈ 2 വർഷം കഴിഞ്ഞ് നിങ്ങളുടെ കൂടെ ഉള്ള ആളുകളെല്ലാം ഓരോ നിലയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് റിഗ്രറ്റ് അടിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഒരു കൺട്രോൾഡ് ലൈഫ് ആയിരിക്കണം. നിങ്ങൾ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നത് തെറ്റാണെന്ന് ഞാൻ യൂസ് ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ട് നിങ്ങളത് ചെയ്യുന്നത് തെറ്റാണെന്നല്ല. എല്ലാത്തിനും ഒരു ലിമിറ്റഡ് ആയിട്ട് നിങ്ങളൊരു രാജ്യത്ത് വന്ന് പ്രോപ്പറായിട്ട് ഇവിടുത്തെ രാജ്യത്തിൻ്റെ റൂൾസും റെഗുലേഷൻസും എല്ലാം ഫോളോ ചെയ്ത് നിങ്ങൾ ജീവിക്കുവാണെങ്കിൽ ഡെഫിനറ്റായിട്ടും നിങ്ങൾക്ക് ഇന്ന് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ, ഇന്ത്യയിൽ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഇന്ത്യയിലെ ഫുഡ് കഴിക്കാം, അച്ഛനും അമ്മയോടൊപ്പം നിൽക്കാം, സിബ്ലിങ്സിനെ കാണാം, ഇതെല്ലാം സത്യമാണ്. അത് വേറൊരു സൈഡ്. പക്ഷേ നിങ്ങൾ നാട്ടിൽ നിന്നിട്ടും രക്ഷപ്പെടുന്നില്ല, എന്ത് ചെയ്തിട്ടും കയറി പോകുന്നില്ല. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഞാൻ. അപ്പം എൻ്റെ ലക്ഷ്യം എപ്പോഴും എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ വീട്ടിൽ ആരെങ്കിലും ഒരാൾ നമ്മൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഹോൾ ഫാമിലി നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. അപ്പോൾ നമ്മൾ ഡെഫിനറ്റായിട്ടും വിചാരിക്കും എനിക്ക് ആ ഒരാളാകണം. അതായത് ഒരു ഫാമിലിയിൽ ഒരാളായിരിക്കും ആ ഫാമിലിയുടെ ഫുൾ ചെയിൻ തകർക്കുന്നതെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരാളാണ് ഞാൻ. എൻ്റെ ഫാമിലിയിൽ ഞാനാണ് ആ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തത്. ഇപ്പോൾ എന്നോട് ചോദിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ എൻ്റെ ചുറ്റുമുള്ള ആളുകൾക്ക് ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണ് വേറൊരു രാജ്യത്ത് പോട്ടെ, ഞാൻ പറയും പൊക്കോ, ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ഡിസിഷൻ. കാരണം നിങ്ങൾ ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആവും. നിങ്ങൾ ഏത് സിറ്റുവേഷനിലും പിടിച്ച് നിൽക്കാൻ പറ്റും. നിങ്ങൾക്ക് നല്ല പോലെ പൊളിറ്റിക്സ് കളിച്ച് നിൽക്കാൻ പറ്റും. നിങ്ങളൊരു ജോലി ആയിക്കോട്ടെ, നിങ്ങളൊരു രാജ്യത്ത് പോകുമ്പോൾ ഡെഫിനറ്റായിട്ടും നിങ്ങൾ അനുഭവിക്കാത്ത ഇതില്ല. നമ്മുടെ ചതി ഉണ്ടാവാം, നമുക്ക് പറ്റിപ്പുണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ കാണാത്ത, നമ്മൾ പാമ്പർ ചെയ്താണ് നമ്മളെ വീട്ടിൽ വളർത്തുന്നത്. പക്ഷേ ആ പാമ്പറിംഗ് ഒന്നും ഇല്ലാതെ നിങ്ങളെ ഇപ്പോൾ എൻ്റെ ഈ സിറ്റുവേഷനിൽ എന്നെ ഏത് സ്ഥലത്ത് കൊണ്ടിട്ടിരുന്നാലും എനിക്കറിയാം എനിക്ക് ജീവിക്കാൻ പറ്റും. ബിക്കോസ് ഇവിടുത്തെ ആളുകളുടെ പൊളിറ്റിക്സ് ആയിക്കോട്ടെ, ചതികളായിക്കോട്ടെ, ഫേക്ക് സ്മൈൽസ് ആയിക്കോട്ടെ, പിടിച്ചു നിൽക്കാനുള്ള ഓട്ടമായിക്കോട്ടെ, അതിൻ്റെ ഇടയിൽ നല്ല സുഹൃത്തുക്കളെ കിട്ടി, അതെല്ലാം ആ സമയത്ത് നമ്മുടെ സുഹൃത്തുക്കൾ ആരാണ്, നമ്മൾ കുറച്ചുകൂടെ ഇൻ്റലിജൻ്റ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെ സംബന്ധിച്ച് എൻ്റെ ചുറ്റുപാടും എനിക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകും. എൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ വളർന്നതെങ്കിൽ ഡെഫിനറ്റായിട്ടും എൻ്റെ വാപ്പച്ചി പറയുന്നത് കേൾക്കണം, അല്ലെങ്കിൽ എൻ്റെ മദർ പറയുന്നത് കേൾക്കണം. ഇതൊക്കെ കേട്ട് ഞാൻ എപ്പോഴും അവരുടെ എൻ്റെ ചിന്തകൾ പ്രവർത്തിക്കുന്നതിന് മുമ്പ് അവരുടെ ചിന്തയായിരിക്കും ചിലപ്പോൾ ഞാൻ അംഗീകരിക്കുന്നത്. പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ മൈൻഡും എൻ്റെ തോട്ടും കൺട്രോൾ ചെയ്യുന്നത് ഞാനാണ്. എങ്ങനെ പോകണം, എങ്ങനെ ജീവിക്കണം, ഏത് രീതിയിൽ ജീവിക്കണം എന്ന് ചിന്തിക്കുന്നത് ഞാനാണ്. അപ്പോൾ തന്നെ എപ്പോഴും നമ്മളൊരു രാജ്യത്ത് വരുമ്പം എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും ചിന്തിക്കും, നമ്മൾ കാരണം നമ്മുടെ വീട്ടുകാർക്ക് ഒരു മോശപ്പേരുണ്ടാവരുത് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. സോ നിങ്ങൾ ഇപ്പോൾ ഒരു സ്റ്റക്കായി നിൽക്കുവാണ്, ഒരു 32 ഇയേഴ്സായി, ഇനി അവിടെ ആ രാജ്യത്ത് പോയിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഒരു 38 ഇയേഴ്സായി, ഇനി കാനഡ പോയിട്ട്, അല്ലെങ്കിൽ ഇനി UK പോയിട്ട് കാര്യമില്ല എന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ വയസ്സ്, നിങ്ങൾ മരിക്കുന്നത് വരെയും നിങ്ങൾക്ക് ചാൻസ് ഉണ്ട് രക്ഷപ്പെടാനായിട്ട്. സോ ഇഫ് യു ആർ പ്ലാനിങ് ടു മൂവ് ടു സം അതർ കൺട്രീസ് ഓർ അബ്രോഡ്, ദെൻ ഗോ ഫോർ ഇറ്റ്. നമ്മൾ പറയില്ല അത് ഓരോ പെനിയും വേർത്താണെന്ന്, അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ വീട്ടിലെ ഒരു ടേണിംഗ് പോയിന്റ്, അതായത് നിങ്ങളുടെ ചെയിൻ ബ്രേക്ക് ചെയ്യുന്ന വീട്ടിലെ മെമ്പർ നിങ്ങൾക്കാകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് രീതിയിലായിരുന്നാലും നിങ്ങൾ ആ ഒരു റിസ്ക് ഏറ്റെടുത്ത് നിങ്ങൾ ഈ രാജ്യത്ത് വരിക. ഡെഫിനറ്റായിട്ടും നിങ്ങൾക്ക് ഒരു സമയത്ത് നിങ്ങൾ ആലോചിച്ച് തന്നെ പറയും, ആ ഡെസിഷൻ എൻ്റെ ലൈഫിൽ എടുത്ത ഏറ്റവും വലിയ നല്ല ഡെസിഷനായിരുന്നു എന്ന്. പക്ഷേ ഈ വരുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കരുത് ഇവിടെ എല്ലാം അവൈലബിൾ ആണ്, നിങ്ങൾക്ക് എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക്. പക്ഷേ എപ്പോഴും ചിന്തിക്കുക, ഇത് എൻ്റെ ജീവിതമാണ്,
എനിക്ക് കാശുണ്ടാക്കാനാണ് ഞാൻ ഈ രാജ്യത്ത് വന്നിരിക്കുന്നത്. എനിക്ക് എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്താനാണ് ഈ വന്നിരിക്കുന്നത്. എൻ്റെ ലൈഫ് ബെസ്റ്റ് ആക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. കാശിന് എല്ലാവരും പറയും, ഓ കാശിന് വേണ്ടിയിട്ടാണോ എന്ന് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കാം. ഡെഫിനറ്റായിട്ടും ഇന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ളത് കാശ് തന്നെയാണ്. കാശുണ്ടെങ്കിൽ നമുക്ക് ഒരു നിമിഷം കൊണ്ട് നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. നമ്മൾ ചിലപ്പം കാശില്ലാത്ത സമയങ്ങൾ ഉണ്ടാകാം. കാശില്ലാത്ത സമയം ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ഒരു സാധനം കണ്ടു, നമുക്ക് അത്യാവശ്യമാണ്, നമുക്ക് ഒരു സാധനം ഇപ്പം അരി കഴിഞ്ഞ് നമ്മുടെ കാശില്ലെങ്കിൽ നമുക്ക് സന്തോഷം കിട്ടും. കൂടെയുള്ള നമ്മുടെ വീട്ടുകാർ പട്ടിണി കിടക്കണമെങ്കിൽ നമുക്ക് സന്തോഷം കിട്ടും. കാശില്ല, പക്ഷെ എല്ലാവരും ഉണ്ട്, സന്തോഷം കിട്ടും? ഒരിക്കലുമില്ല. ഇന്നത്തെ ഈ ലോകത്ത് നമുക്ക് കാശിനും വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പം എൻ്റെ ഈ ഇവിടുത്തെ എമൗണ്ട് ഞാൻ നാട്ടിലേക്ക് അയക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം കണ്ടിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഇതുണ്ട്. യെസ്, ഞാൻ കഷ്ടപ്പെടുന്നതിന്, ഞാൻ ഈ രാജ്യത്ത് വന്ന് താമസിക്കുന്നതിന്, അല്ലെങ്കിൽ ഞാൻ കടന്നു പോകുന്ന സാഹചര്യത്തിൽ ഇപ്പം എൻ്റെ കൂടപ്പറപ്പുകൾക്ക് എന്തുകൊണ്ടൊരു രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ അവർ കൺസെപ്റ്റ് ഇങ്ങനെ ആയിരുന്നു, ഒരു രാജ്യത്തെപ്പറ്റി ഇങ്ങനെയാണ് കൺസെപ്റ്റ്, പക്ഷെ അതെല്ലാം മാറാനും എല്ലാത്തിനും കാര്യമായത് ഒരു പക്ഷേ ഞാൻ വന്നതുകൊണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനൊരു വീഡിയോ ഇട്ടാലോ എന്ന്. അപ്പോൾ ഐ ഹോപ്പ് എൻ്റെ ഈ വീഡിയോ കുറച്ച് ആളുകൾക്കെങ്കിലും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇനിയുള്ള വരും സമയങ്ങളിൽ ഞാൻ കാനഡയെപ്പറ്റി, അല്ലെങ്കിൽ എൻ്റെ ആദ്യത്തെ ജോലിയെപ്പറ്റി, ഞാൻ 2 ജോലി ചെയ്യുന്നുണ്ട്, എൻ്റെ ആദ്യത്തെ ജോലിയെപ്പറ്റി, അല്ലെങ്കിൽ ഞാൻ PR ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത്, ഇതെല്ലാ കാര്യങ്ങളും ഞാൻ വരുന്ന വീഡിയോകളിൽ പറയുന്നതായിരിക്കും. സോ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. Please like my video. If you want, comment it below. So please subscribe my channel. Please give me likes, comments, and all. I need your support to grow. So bye.